ബിഗിനേഴ്സിന് പറ്റിയ ഏതെങ്കിലും സിറം സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കുറേ ആയി എന്നോട് പറയുന്നു. അപ്പം ഞാൻ ആക്ച്വലി ബിഗിനർ ആയിരുന്നു. അപ്പോൾ അതായത് സ്കിൻ കെയർ തുടങ്ങിയപ്പം സ്റ്റാർട്ട് ചെയ്ത ഒരു സിറം ഉണ്ട്. ഇന്നും ഞാനത് ഉപയോഗിക്കുകയാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സിറം ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തന്നേക്കാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സിറം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് സാധനം. മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ് സിറമാണ്. ഇത് ആക്ച്വലി ഒരു ബിഗിനർ ഫ്രണ്ട്ലി സിറം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷേ അത് യൂസ് ചെയ്യുന്ന കണ്ടീഷൻ അനുസരിച്ചിരിക്കും. ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാലിസിലിക് ആസിഡ് നല്ലൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് കാരണമാണ് യൂസ് ചെയ്യുന്ന കണ്ടീഷൻ അനുസരിച്ച് ബിഗിനർ ഫ്രണ്ട്ലി ആവും എന്ന് പറഞ്ഞത്. ഇതിനെപ്പറ്റി ഞാൻ ആദ്യം തന്നെ എന്റെ പേഴ്സണൽ സ്റ്റോറി വെച്ചിട്ടുള്ള ഒരു റിവ്യൂ പറയാം. എന്റെ മുഖം നെറ്റിന്റെ ഭാഗം നിറച്ചും ഫുൾ കുരുവായിരുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തത്ര അങ്ങനെ കുരുവായിരുന്നു. എല്ലാവരും ചോദിക്കുമായിരുന്നു. ആ ടൈമിലാണ് ഈ സാധനം ഞാൻ എങ്ങനെയോ തപ്പിപ്പിടിച്ച് എനിക്ക് കിട്ടിയത്. ആൻഡ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇവഞ്ച്വലി ഇന്നത്തെ ഇപ്പം ഞാനിരിക്കുന്ന ഞാനിലേക്കായിട്ടുണ്ട്. ഞാനല്ലായിരുന്നു പണ്ട്. ഒത്തിരി നാളായിട്ട് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് പറയുകയാണ് ഗൈസ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ മുഖത്ത് പിമ്പിൾസ് വരുന്നുണ്ട്, അത് നാളെ വലുതാവും എന്നുള്ളത്. അന്ന് രാത്രി തേച്ചിട്ട് കിടന്നാൽ പിറ്റേ ദിവസം ആ പിമ്പിൾസ് വരാൻ ഒരു 85% ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ ആ പിമ്പിൾസിനെ ചെറുതാക്കും പെട്ടെന്ന് തന്നെ. അതൊക്കെയാണ് ഇതിന്റെ മെയിൻ പോസിറ്റീവ്. അത് ഇന്നും എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിപ്പോഴും അങ്ങനെ പറയുന്നത്. സാലിസിലിക് ആസിഡ് ആയതുകൊണ്ട് തന്നെ ഇത് രാത്രിയിലാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങളത് കിടക്കാൻ പോകുന്നതിന് ജസ്റ്റ് മുന്നേ ഫേസ് വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം സിറം യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ പുറകെ മോയ്സ്ചറൈസറും യൂസ് ചെയ്ത് കിടന്നുറങ്ങിയാൽ മതി. ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്ക്ലി ട്വൈസ്, അതായത് 2 ദിവസം മാത്രം ആഴ്ചയിൽ യൂസ് ചെയ്താൽ മതി. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്യൂട്ട് ആയിക്കോണമെന്നില്ല. അതുകൊണ്ട് പയ്യെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആഴ്ചയിൽ 2 ദിവസം വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതൊരു 3 ആക്കുക. മാക്സ് പോയി കഴിഞ്ഞാൽ ആൾട്ടർനേറ്റീവ് 2 ദിവസം കൂടുമ്പോൾ, അതായത് ഒരു ദിവസം കൂടുമ്പോൾ, തിങ്കളാഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബുധനാഴ്ച എന്നുള്ള രീതിയിൽ. അത് മാക്സ് ആണ്. എല്ലാ ദിവസവും രാത്രി ഒന്നും തേക്കാൻ നിൽക്കരുത്. പിന്നെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്ന അന്ന് രാത്രി വേറെ ഒന്നും തന്നെ യൂസ് ചെയ്യരുത്. അതായത് സിറംസ് വേറെ ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക, ഇത് യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, വേറെ ഒന്നും യൂസ് ചെയ്യണ്ട. ഓക്കെ. പിമ്പിൾസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അങ്ങനത്തെ സാധനങ്ങൾക്കെല്ലാം ഇത് ഹെൽപ്ഫുൾ ആണ്. ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പേഴ്സണലി ഓയിലി സ്കിന്നുകാരനാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് കിടിലമാണ്. ഫ്രം മൈ എക്സ്പീരിയൻസ് കിടിലം എന്ന് പറഞ്ഞാൽ കിടിലമാണ്. അതേപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് ഹൈലി റെക്കമെൻഡഡ് ആണ്. അടിപൊളി സാധനമായിരിക്കും നിങ്ങൾക്ക്. ഡ്രൈ സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഇത് സ്യൂട്ട് ആവാൻ ചാൻസ് ഇല്ല. സോ നിങ്ങൾക്ക് ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഇതൊരു പ്രൊമോഷൻ ഒന്നും അല്ല. മിനിമലിസ്റ്റുകാരുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. എന്റെ പേഴ്സണൽ സ്റ്റോറിയാണ്. ഒരു 10-11 മാസം മുന്നേ ഞാൻ ഇട്ട എന്റെ സ്കിൻ കെയറിന്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഈ സാധനത്തിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത്രയും നല്ല സാധനമാണ്. എനിക്ക് ഇന്ന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതായതുകൊണ്ടാണ്. ഞാൻ ഏത് സാധനം നിങ്ങളോട് നല്ലതെന്ന് പറഞ്ഞാലും അത് നിങ്ങൾ വാങ്ങണമെന്നൊന്നും ഞാൻ അങ്ങനെ പറയാറില്ല. പക്ഷേങ്കിൽ ഇതൊരു കിടലൻ സാധനമാണ് ഗൈസ്. എനിക്ക് പേഴ്സണലി അത്രയും കിടലായതുകൊണ്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ സ്യൂട്ട് ആവുമെന്ന് അറിയത്തില്ല, ബട്ട് കിടലമാണ്. പിന്നെ അന്ന് ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത മുതലുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് 60% നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും ഫുഡും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയ പ്രോഡക്ട്സിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ. സോ എല്ലാവർക്കും സ്യൂട്ട് ആയിക്കോണം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ റിസൾട്ട് കിട്ടിക്കോണമെന്നൊന്നും ഇല്ല. എങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ്. പ്രോഡക്റ്റ് ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് കമന്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ അഥവാ ഇതിന്റെ വെബ്സൈറ്റ് ത്രൂ കറക്റ്റ് സ്ഥലത്ത് നിന്ന് പോയി വാങ്ങുക. ഉടായ്പ സ്ഥലത്ത് നിന്നൊക്കെ വാങ്ങിച്ച് പണി വാങ്ങാതിരിക്കുക.